പ്രൊഫഷണൽ സൂയിസൈഡ് നടത്തിയ ഡോക്ടർ ഹാരിസിനെതിരായ ചാട്ടൂളികൾ മൂർച്ച കൂട്ടി വരികയായിരുന്നു. അതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ ഒരു രോഗിയുടെ അമ്മ മരിച്ചത്. കോട്ടയത്ത് അവലോകന യോഗമായിരുന്നതിനാൽ ജില്ലയിലുണ്ടായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജും ജില്ലയുടെ മന്ത്രി വി എൻ വാസവനും വൈകാതെ ഓടിയെത്തി. അപകടത്തിൽ തകർന്നു വീണ കെട്ടിടത്തിന് മുന്നിൽ വെച്ച് ഉറപ്പിച്ചു പറഞ്ഞു, നിസാര പരിക്കുകളേറ്റ 3 പേർ, ഉപയോഗിക്കാത്ത കെട്ടിടം. 3 നിലയിൽ 3 വാർഡുകൾ പ്രവർത്തിച്ച കെട്ടിടത്തിലെ ഉപയോഗിക്കാത്ത ശുചിമുറി മാത്രം എന്ന മുറി വിവരം മന്ത്രിമാർ വിളമ്പുമ്പോൾ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ശ്വാസം കിട്ടാതെ ഒരു ജീവൻ പിടയുന്നുണ്ടായിരുന്നു. ഭാര്യയെ കാണാനില്ല എന്ന വിശ്രുതൻ എന്ന ആളുടെ ശബ്ദരേഖ റിപ്പോർട്ടർ നൽകുമ്പോഴും ആ വഴിക്കൊരു അന്വേഷണം നടന്നില്ല. മറുപടി പറയാൻ ആളുമുണ്ടായിരുന്നില്ല. ഒടുവിൽ ബന്ധു പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് അവിടേക്ക് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നത്. അപ്പോഴേക്ക് സമയം 12 മണി. 10:30 നടന്ന അപകടത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത് 12 മണിക്ക്. 1 മണിയോടെ മൃതദേഹം പുറത്തെടുക്കുന്നു. അപ്പോഴും ആരുടെയോ നിർദ്ദേശം കിട്ടിയെന്ന പോലെ ഒരക്ഷരം മിണ്ടാതെ രക്ഷാപ്രവർത്തകർ നിൽക്കുകയായിരുന്നു. മന്ത്രിമാർ പിന്നെയും എത്തി പ്രതികരണവുമായി. 2013 UDF കാലത്തെ കെട്ടിടത്തിലെ ശോച്യാവസ്ഥയിൽ തുടങ്ങി നേട്ടങ്ങളുടെ പട്ടിക വിവരിക്കൽ, മരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള ന്യായീകരണങ്ങൾ. ജില്ലയിൽ അവലോകന യോഗമുണ്ടായിരുന്നതിനാൽ മുഖ്യമന്ത്രിയും എത്തി 5 മണി കഴിഞ്ഞതോടെ. 4.5 കൊല്ലം മുൻപൊരു ഏപ്രിലിൽ ഉറപ്പാണ്, LDF ഉറപ്പാണ് കേരളമെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചപ്പോൾ അതിനിടയിൽ എഴുതി വച്ചിരുന്ന ഉറപ്പാണ് ആരോഗ്യമെന്ന്. ആ ഉറപ്പ് തകർന്നു മരിച്ചത് ഒരു പാവം വസ്ത്രശാല തൊഴിലാളിയാണ്. മരിച്ചത് നിർമ്മാണ തൊഴിലാളിയുടെ ഭാര്യയാണ്. കൂലിപ്പണിയെടുത്ത് മിച്ചം പിടിച്ച കാശുകൊണ്ട് മക്കളെ എഞ്ചിനീയറിംഗും നഴ്സിംഗും പഠിപ്പിച്ചതുകൊണ്ട് നേതാക്കളെപ്പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകാൻ കഴിവില്ലാത്ത ഒരമ്മയാണ്. പാതി പണിത തേക്കാത്ത വീട്ടിലേക്ക് മകൾക്ക് കൂട്ടിരുന്ന അമ്മയുടെ മൃതദേഹം നാളെ എത്തിക്കുമ്പോഴും പറയാം, സിസ്റ്റം ശരിയല്ല, സിസ്റ്റത്തിന്റെ വീഴ്ചയാണ്. സിസ്റ്റം കൊന്നോ എന്നതാണ് ചോദ്യം.